പെരേര എന്താ വിളിക്കാം. പെരേര കല്ല ചങ്കടിപ്പാണേ ചങ്കിലുള്ള തീപ്പൊരിയാണേ. നിങ്ങൾ എന്താ ജോലി ചെയ്യുന്നത്? ഞാനൊരു ഇടക്കൊച്ചിക്കാരനാണ്. ഞാൻ ഒരു 8 വർഷമായിട്ട് മലയാളം ഇൻഡസ്ട്രിയിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ചെറിയ രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോ അങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചിരുന്ന സമയത്ത് പ്രേക്ഷകർ ശ്രദ്ധിക്കണമെന്നൊരു രീതി മനസ്സിൽ വന്നപ്പോൾ എന്റെ ഡാഡിയും പണ്ട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കുമ്പോൾ രക്ഷപ്പെട്ടിട്ടില്ല. പക്ഷെ ഇത് ഞാൻ ഇപ്പൊ റിവ്യൂ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഏത് മീഡിയയും സിനിമക്കാര് അറിഞ്ഞ് പതുക്കെ പതുക്കെ സിനിമയിലേക്ക് കയറുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ വെച്ച് പറയുന്നത് എന്ന് നിങ്ങൾ ഓർക്കാറുണ്ടോ? നമുക്ക് കാണാം എന്താണ് നടന്നത് എന്ന്. മമ്മൂട്ടി ഫാൻസ് അല്ല, മമ്മൂക്കാന്റെ അപ്പം കുയിന്നേറ്റ് വന്നെന്ന് പറഞ്ഞാൽ പോലും അലിൻ ജോസ് പെരേര പേടിക്കത്തില്ല. ജോസിന്റെ ഒരു രോമത്തിൽ പോലും മമ്മൂട്ടിയുടെ ഫാൻസോ ഒരു മനുഷ്യനെ തുടർത്തില്ല. ഒരു പൂച്ചക്കുഞ്ഞു പോലും അലിൻ ജോസിന്റെ കയ്യെ പിടിക്കത്തില്ല. മനസ്സിലായി? ഞൊട്ടും അലിൻ ജോസിനെ അടിക്കണമെങ്കിൽ ഞൊട്ടും നീക്കാം. നിങ്ങളിപ്പോ ഈ പറഞ്ഞ ഒരു കാര്യം എത്ര ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ വീഡിയോ കണ്ട് ഒരാൾ നിങ്ങൾക്കുള്ള മറുപടി തന്നിട്ടുണ്ട്. നമസ്കാരം. ഒരു പരമ ചെറ്റയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് അവനെനിക്ക് ഇഷ്ടമല്ല. നിന്നെ ആർക്ക് വേണം? വലിഞ്ഞേറി വന്നേക്കുന്ന അങ്ങോട്ട് എൻ്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും. ഞാൻ തൂറി എറിയും നിന്നെ. വളരെ ആഴത്തിൽ പറഞ്ഞ കാര്യമാണ്. പോട്ടെ, സാരമില്ല, അതൊക്കെ മനുഷ്യർക്കൊക്കെ പറ്റും, എത്രയോ ആളുകൾക്ക്. ഇനി അതിന് ബ്രേക്ക് ഇട്ടിട്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾ നല്ല വാക്ക് പറഞ്ഞ് പിരിയുക. പറഞ്ഞ വാക്കുകൾ നമ്മൾ തിരിച്ചെടുക്കാൻ പറ്റത്തില്ലെങ്കിലും പറഞ്ഞു പോയതുകൊണ്ട് ക്ഷമിക്കണമെന്ന് ഞാൻ യാചിക്കുകയാണ്. മെഗാ സ്റ്റാർ മമ്മൂക്ക കണ്ടിട്ടുണ്ടെങ്കിൽ മഹത്തായ ഒരു നടനെ പറ്റി പറഞ്ഞതിൽ ഞാൻ ഖേദിക്കുന്നു. കുറ്റബോധമുണ്ട് ഉള്ളിലുണ്ട്. ഏതായാലും തെറ്റുകൾ പറ്റിപ്പോയി. ഇനിയെങ്കിലും വളരെ നന്നായിട്ട് ജീവിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം.